ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തി കമലയുടെ അടുത്ത് പോയിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ കമലയെടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വയ്യ, നടുവേദനയാണ്, അതുകൊണ്ടാണ് എനിക്കൊന്നിനും എണീക്കാൻ കഴിയുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം ഇരിക്കണമെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഉപവസിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കമലയിടത്ത് ഉപവസിച്ചോ, എനിക്ക് ഉപവസിക്കാൻ താല്പര്യമില്ല, ഞാൻ പോയി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ചായയും ബിസ്ക്കറ്റും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി കിച്ചണിലേക്ക് പോവുകയാണ്. മനു വന്നിട്ട് കമലയെ വഴക്ക് പറയുന്നുണ്ട്. ആൻറ്റിക്ക് തീരെ വയ്യാത്തതല്ലേ, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് കൂടി ഉണ്ടാക്കിയാൽ എന്താ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അവൾ അങ്ങനെ കഴിക്കണ്ട, ഒരു ദിവസമെങ്കിലും അടുക്കളയിൽ കയറി പണിയെടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങി. അലീനയും ബാക്കി എല്ലാവരും കൂടെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്കും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സൂക്ഷിച്ച് പോകണം, നോക്കിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പോകുന്ന കാര്യം സക്സസ് ആക്കിയിട്ട് വായോ, ഞങ്ങൾ നേരെ നോക്കി പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന മാമച്ചനെ വിളിച്ച് പറയുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ മാത്രമല്ല വരുന്നത്, എല്ലാവരും കൂടിയാണ് വരുന്നത്, അവിടേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണയും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അലീനയും എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഗോവർദ്ധനും ബാലചന്ദ്രനും കാറിൽ പോകുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അലീന പോയാൽ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇല്ല, പ്രശ്നങ്ങൾ തീരില്ല. ഒരു ഭൂതത്തെ കുടത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ മൂടിയാണ് അലീന. ആ മൂടി തുറന്നാൽ ഭൂതം പുറത്ത് വരും, പിന്നെ അവിടെ പ്രശ്നങ്ങളായിരിക്കും. വൈജയന്തി വീട്ടിൽ വന്ന് കയറിയ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ ബാലേട്ടാന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അലീന പോയി കഴിഞ്ഞാൽ വൈജയന്തി വരുമല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയാണ് ശരിക്കുള്ള പ്രശ്നം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നതൊന്നും ഗോവർദ്ധന് കുറച്ചൊക്കെ പിടികിട്ടി, എന്നാൽ കുറച്ച് പിടികിട്ടിയിട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. ആകെ കൺഫ്യൂഷനിലാണ് ആള്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.